ഇക്ക പറഞ്ഞ മാതിരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസിലേക്ക് കയറിയ ഒരാളാണ്. അപ്പൊ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇക്കയ്ക്ക് ലൈവ് പ്രോഗ്രാംസ് ചെയ്ത് അല്ലെ. അപ്പം ഞാൻ തന്നെ ഫീൽഡിൽ വരുമ്പോൾ തന്നെ ഇക്ക സത്യം പറഞ്ഞ എന്നെക്കാളും എത്രയോ വർഷം മുമ്പ് തുടങ്ങിയതാണ് ആക്ച്വലി ലൈവ് പ്രോഗ്രാംസ്. അപ്പം ആ ഒരു വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും ഇക്ക സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും. എനിക്കറിയാവുന്ന ഒരുപാട് പേരും ഇക്കൻ്റെ ലൈവ് പെർഫോമൻസ് കണ്ടിട്ട് പലപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ലൈവിൽ എങ്ങനെയാണ് ഇക്ക ഇങ്ങനെ പാടുന്നതെന്ന്. ഇക്കയ്ക്ക് ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അത് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടെന്നില്ല. അതൊരു പ്രത്യേക നാക്കാണ്. എൻ്റെ കഴിവല്ല അത് പടച്ചോനിങ്ങനെ അല്ലേ. നമുക്ക് ചിലർക്ക് അങ്ങനെയാണ് ശരിക്കും ഓരോ ഗ്രേസ് ഒക്കെ എല്ലാം ദൈവം കൊടുക്കണത് ഓരോരുത്തർക്കും. ഓരോ സ്റ്റേജ് പാടുമ്പോഴും ഒരു പുതിയതായിട്ട് പാടാൻ പോകുന്ന ഒരാളുടെ ഫീൽ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം നമുക്ക് ഫ്രഷാണ്. എല്ലാം പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും ബാക്കിൽ ഒരു ടെൻഷൻ, എത്രയോ സ്റ്റേജ് പാടി എന്നാലും അതിൻ്റെ ഒരു സുഖം അനുഭവിക്കാന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ 16 വയസ്സ് തൊട്ട് ഇങ്ങനെ കോളേജിൽ SPB സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ പാടും. അന്ന് SPB സാറും രാജാ സാറിൻ്റെ കൂട്ടുകെട്ടിൽ ഇഷ്ടംപോലെ പാട്ടുകൾ. അപ്പോൾ അത് പ്രസൻറ്റ് കാരണം തീർച്ചയായിട്ടും ദാസാറിൻ്റെ പാട്ടുകൾ അതിനോട് അടുക്കാൻ പറ്റില്ല എനിക്ക് പാടാൻ പേടിയാണ് തീർച്ചയായിട്ടും. അത് കേൾക്കുക എന്നുള്ള മാത്രം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി മലയാളം പാട്ടുകാർ പാടുന്ന ആൾക്കാരുണ്ട്, തമിഴ് പാടാൻ വേറെ ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ഗാനമേളകളിൽ. അപ്പോൾ അന്ന് തമിഴ് പാടാനാണ് എന്നെ വിളിക്കുക. അപ്പോൾ SPB സാറിൻ്റെ ഇമിറ്റേഷൻ കുറേ പാടുമായിരുന്നു. അപ്പോൾ അത് വിജയിച്ചു. സത്യമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനങ്ങൾ എപ്പോഴും പറയുന്നത് SPB സാറിൻ്റെ വോയിസ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഉണ്ടാവാം അത്, കാരണം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീല് മാക്സിമം ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കുമ്പോൾ അതാണെന്ന് ചിലപ്പോൾ തീർച്ചയായിട്ടും ഒരു ടോണൽ സിമിലാരിറ്റി നിങ്ങൾ തമ്മിൽ എന്തായാലും ഉണ്ട്. അത് എല്ലാവർക്കും നമുക്ക് കേൾക്കുമ്പോൾ ആസ് എ മ്യൂസിഷ്യൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എന്തായാലും ഇക്ക SPB സാറിൻ്റെ ഒരു പാട്ട് തീർച്ചയായും ശബ്ദത്തിൽ. एक डोर खींचे दूजा दौड़ा चलाए, एक डोर खींचे दूजा दौड़ा चलाए, कच्चे धागे में बंधा चला ऐसे जैसे कोई ऐसे जैसे कोई दीवाना, ऐसे जैसे कोई दीवाना। मैंने नहीं जाना तूने नहीं जाना, मैंने नहीं जाना तूने नहीं जाना। तेरे मेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना। बात है. ആഹാ ഭയങ്കര രസമായിരുന്നു ഇക്ക. എന്നാലും ഇക്കാൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുകയാണെങ്കിൽ ഇക്ക എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണ ഒരു പാട്ടുണ്ട്. അതൊക്കെ ഇപ്പം പാടും വിചാരിച്ചിരിക്കണ ഒരു പാട്ടുണ്ട്. ഞാൻ പറയുന്നില്ല പാട്ട് ഏതാന്ന്, ഇക്ക നേരെ പാടിക്കോളും. ഇളയ നില പൊഴികിരതേ இதயம் வரை நனைகிறதே, உலா போகும் மேகம் கனா காணுமே, விழா காணுமே வானமே,
இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் வேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே